ഹായ് ഫ്രണ്ട്സ്, 4 ലക്ഷത്തിൽ പരം ഫോളോവേഴ്സ് ഉള്ള ഒരു പെൺകുട്ടി, അതും അനുദിനം പ്രശസ്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു. ഒരു വിജനമായ കാട്ടിലൂടെയുള്ള അവളുടെ ഈ യാത്രയാണ് അവൾ തൻ്റെ പ്രേക്ഷകർക്കായി അവസാനമായി പങ്കുവച്ചത്. വീഡിയോ നോക്കൂ. അവൾ എത്ര സുന്ദരിയായ ഒരു പെൺകൊച്ചാണ്. അവൾ എത്ര സന്തോഷത്തോടെയാണ് നടന്നു പോകുന്നത്. അതുമാത്രമല്ല, ഈ വരുന്ന ഏപ്രിൽ 12-ന് അവളുടെ 37ാമത്തെ പിറന്നാൾ കൂടിയാണ്. ആ പിറന്നാൾ ആഘോഷിക്കാൻ ഇരിക്കവെയാണ് ആ പെൺകുട്ടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ശ്രീലങ്കൻ സ്വദേശിനിയായ അവളുടെ പേര് സുഭാഷിണി. അവൾ സിനിമ, സീരിയൽ എന്നീ മേഖലകളിൽ ഇടം പിടിക്കണമെന്ന മോഹവുമായാണ് ചെന്നൈയിലെത്തിയത്. തൻ്റെ കഠിനാധ്വാനത്തിലൂടെയും നിരന്തരമായ ഓഡിഷനുകളിലൂടെയും അവൾ കയൽ എന്ന സീരിയലിലെ ഒരു സുപ്രധാന വേഷം കരസ്ഥമാക്കുന്നു. ശേഷം വൈകാരികമായി അഭിനയിച്ചുകൊണ്ട് തമിഴ് കുടുംബങ്ങളുടെ പ്രിയങ്കരിയായി മാറും. പിന്നീട് ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ഇനി അവൻ എന്ന സിനിമയിൽ സുഭാഷിണി ഒരു സുപ്രധാന വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വിവാഹവും കഴിഞ്ഞു. ഭർത്താവ് ബംഗളൂരുവിലേക്ക് താമസം മാറി. കയൽ സീരിയലിന്റെ ചിത്രീകരണം എളുപ്പമാക്കാൻ വേണ്ടി സുഭാഷിണിയും ചെന്നൈയിൽ ഒരു അപ്പാർട്ട്മെന്റ് വീട് വാടകയ്ക്കെടുക്കുന്നു. എന്തിനേറെ പറയുന്നു, അവസാനം ഈ അപ്പാർട്ട്മെന്റിലെ മുറിയിൽ തന്നെയാണ് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചത്. ഞായറാഴ്ച രാത്രി ഭർത്താവുമായി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് 1-2 കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കായി. ഇതേ തുടർന്ന് സുഭാഷ് ഒരു തീരുമാനത്തിലെത്തുകയും തൂങ്ങിമരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തൂങ്ങിമരിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയിലൂടെ ഭർത്താവ് കണ്ടു. ഉടൻ ആ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റിയോട് അദ്ദേഹം കാര്യം പറയുകയും സെക്യൂരിറ്റി ജീവനക്കാരൻ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും സുഭാഷിണി മരിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ ആരാധകരും സിനിമാ ലോകവും സുഭാഷിണിയുടെ മരണവാർത്ത കേട്ട് സ്തബ്ധരായിപ്പോയി, നടുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. ഈ പെൺകുട്ടികൾക്കൊക്കെ എന്താണ് പറ്റിയത്? മരണത്തിന്റെ ശരിയായ കാരണം നമുക്കറിയില്ലെങ്കിലും ഒരു മരണം കൊണ്ട് എല്ലാത്തിനും പരിഹാരമാകുമോ? ഇതിനാണ് പറയുന്നത് സുഖവും ദുഃഖവും ചെറുപ്പം മുതൽ അറിഞ്ഞു വളരണമെന്ന്. ഏതു തരം സങ്കടവും ഫേസ് ചെയ്യാനുള്ള ജീവിത പരിചയം നേടണം. ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ അച്ഛനമ്മമാർ സങ്കടങ്ങൾ ഒന്നും അറിയിക്കാതെയാണ് വളർത്തുന്നത്. ഭാവിയിൽ അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നേരിടാനാകാതെ അവർ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ കുട്ടികളെ കൂട്ടുകാരോടൊപ്പം കളിക്കാൻ വിടണം. ആ കളികളെ അവർ തോൽക്കണം. അങ്ങനെ ചെറുപ്പം മുതൽ തോൽവികളും ജയങ്ങളും ഫേസ് ചെയ്യാൻ പഠിക്കണം. എങ്കിലേ അതെല്ലാം ഭാവിയിലെ പ്രതിസന്ധികളിൽ തളരാതെ സഞ്ചരിക്കാനുള്ള ഊർജം ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് GPS മീഡിയയുടെ ശക്തവും വ്യക്തവുമായ അഭിപ്രായം. കാരണം ഈ സുഭാഷിണി എന്ന പെൺകുട്ടി എന്തുമാത്രം ത്യാഗങ്ങളിലൂടെയും കഠിനമായ പ്രയത്നങ്ങളിലൂടെയുമാണ് സീരിയലിൽ എത്തിയത്, അതിനെ തുടർന്ന് സിനിമയിലെത്തിയത്. പക്ഷേ ഭർത്താവിന്റെ കുടുംബ പ്രശ്നങ്ങളും ശകാരങ്ങളും കേൾക്കാനും വാദിക്കാനുമുള്ള ത്രാണി ആ കുട്ടി നേടിയിരുന്നില്ല. അതിനാൽ അവൾ ഭർത്താവ് നോക്കി നിൽക്കെ ഒരു മുറിയിൽ തൂങ്ങിമരിക്കാൻ ശ്രമിക്കുന്നു. ഭർത്താവിനോടുള്ള റിവെഞ്ച് ആയിരിക്കാം ചെയ്തത്. ആർക്ക് പോയി? ആ കുട്ടിക്ക് തന്നെയാണ് ജീവിതം നഷ്ടം വന്നിട്ടുള്ളത്. ഒരു നിമിഷത്തെ ആ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായും GPS മീഡിയ ഒന്ന് പറയാം. നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളും എല്ലാം ഒന്നിനും ഉതകാതെ പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിസന്ധികളിൽ പതറാതെ മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും പഠിക്കണം. ഇനിയെങ്കിലും. ഇല്ലെങ്കിൽ ആർക്കും ഒന്നുമില്ല, നഷ്ടം നമുക്ക് മാത്രം.